ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് അഡീനിയം പ്രൂണിങ്ങിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഡീനിയം പ്രൂണിങ് ചെയ്യേണ്ട സമയമാണ് ഫെബ്രുവരി മാർച്ചോടുകൂടി നമ്മൾ മഞ്ഞൊക്കെ കെത്ത് കഴിഞ്ഞതിന് ശേഷം അഡീനിയം പ്രൂൺ ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ നട്ടുവെച്ച അഡീനിയമാണ് റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ ദയവായി കാണുക. അപ്പോൾ എല്ലാം ചെയ്തു, വളമെല്ലാം ഇട്ടുകൊണ്ട് നട്ട അഡീനിയമാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ ഇനി എങ്ങനെയാണ് ഇത് പ്രൂൺ ചെയ്യുന്നതെന്ന് നോക്കാം. അഡീനിയം എപ്പോഴും എല്ലാ വർഷവും പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നല്ല ഭംഗിയോടുകൂടി അത് നിൽക്കുകയുള്ളൂ. നല്ല രൂപത്തോടുകൂടി നിൽക്കണമെങ്കിൽ അഡീനിയം എല്ലാ വർഷവും പ്രൂൺ ചെയ്യുക തന്നെ വേണം. അപ്പോൾ അഡീനിയത്തിൽ സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല, ഹാർഡ് പ്രൂണിങ് ആണ് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ആദ്യമായി ചെയ്യേണ്ട അതിൻ്റെ ചുവടൊക്കെ നല്ല വൃത്തിയാക്കിയതിന് ശേഷം നല്ല മൂർച്ചയുള്ള കത്തിയോ ബ്ലേഡോ നമുക്ക് ഉപയോഗിക്കാം. ബ്ലേഡായിരിക്കും നല്ലത്. പക്ഷേ ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ കൈ മുറിയാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നല്ല മൂർച്ചയുള്ള ബ്ലേഡായിരിക്കും. അപ്പോൾ ആ ബ്ലേഡ് നമ്മൾ അണുനശീകരണം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ സ്പിരിറ്റോ അല്ലെങ്കിൽ ഹാൻഡ് വാഷോ ഒക്കെ ഉപയോഗിക്കാം, ഡെറ്റോളോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. നല്ല രീതിയിൽ അത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കൈമുറിയാതെ. 2-3 മുകുളങ്ങൾ വരുന്ന സ്ഥലം വെച്ച്, ബഡ് വരുന്ന സ്ഥലം വെച്ച് നമുക്ക് ഇതുപോലെ മുറിച്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ 1-2 അഡീനിയമൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ പ്രയാസമായിരിക്കും. കാരണം മനസ്സിന് നല്ല വിഷമമുണ്ടാകുന്ന കാര്യമാണ് ഈ അഡീനിയം പ്രൂണിങ് എന്നുള്ളത്. ഇത്രയും നല്ലോണം നിൽക്കുന്ന അഡീനിയം എങ്ങനെ വെട്ടി കളയാമെന്നൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് ഇതുപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നല്ല പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇത്ര, അതായത് ഒരു 1 ഇഞ്ച് 2 ഇഞ്ച് വലുപ്പത്തിൽ നമുക്ക് നീളത്തിൽ നമുക്ക് ഇതുപോലെ മുറിച്ച് മാറ്റി കൊടുക്കാം. സ്വല്പം ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് വെള്ളം വീണാൽ പെട്ടെന്ന് ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. പ്രൂൺ ചെയ്തതിന് ശേഷം നമുക്ക് നല്ല ഒരു തുണിയോ ടിഷ്യൂ പേപ്പറോ ഒക്കെ ഉപയോഗിച്ച് അതിൻ്റെ ആ കറയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് ആൻറ്റി ഫംഗൽ പൗഡർ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത്. സാഫ് ശകലം വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ഇതുപോലെ തേച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിനുശേഷം ഈ അഡീനിയം പ്ലാന്റ് നല്ല വെയിലത്ത് തന്നെ കൊണ്ടുവയ്ക്കണം. ഷെയ്ഡിൽ ഒരിക്കലും വെക്കരുത്. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഈ അഡീനിയം പ്ലാന്റ് വയ്ക്കാൻ ശ്രമിക്കുക. ഇത്രയും വലിയ അഡീനിയമൊക്കെ പ്രൂൺ ചെയ്യുമ്പോൾ ചിലർക്ക് നല്ല വിഷമം ഉണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ പ്രൂൺ ചെയ്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ നല്ല വലുപ്പത്തിലൊക്കെ അഡീനിയം വരികയുള്ളൂ. നല്ല കുട പോലെ അല്ലെങ്കിൽ ഒരു നല്ല ബോൺസായി ലുക്ക് പോലെയൊക്കെ വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ അഡീനിയം പ്രൂൺ ചെയ്ത് മാറ്റി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ കറ ചെറിയ വിഷാംശമുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വളർത്തുമൃഗങ്ങളൊന്നും അതിൽ വന്ന് കടിക്കാതെയും നക്കാതെയൊക്കെ നോക്കുക. നല്ല വിഷമുള്ള ഒരു ഇതാണ് ഇതിൻ്റെ കറ. വളർത്തുമൃഗങ്ങൾക്ക് വളരെ ദോഷം ചെയ്യുന്ന ഒന്നുകൂടിയാണ് അഡീനിയത്തിൻ്റെ കറയും ഇലയും ഒക്കെ. അപ്പോൾ അതൊന്നും വന്ന് കടിക്കാതെയൊക്കെ നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ കയ്യുറ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ചിലർക്ക് അലർജി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനിതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പ്രൂൺ ചെയ്യേണ്ടുന്നത്. അതുപോലെ ഗ്രാഫ്റ്റിൽ നിന്ന് താഴെ വരുന്ന അഡീനിയം തൈകളൊക്കെ വെട്ടിക്കളയുക. അതുപോലെ മുളച്ചു വരുന്ന അഡീനിയത്തിൻ്റെ തടികളൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അവിടെയൊക്കെ സാഫ് ഫംഗിസൈഡ് തേച്ച് കൊടുക്കേണ്ടതാണ്. ചെറിയ വേരുകളൊക്കെ മുകളിൽ നിന്ന് വളർന്നു വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നീക്കം ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ അഡീനിയം പ്രൂണിങ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇതിൽ മുഴുവനായിട്ടും നല്ല തിളർപ്പുകളൊക്കെ വരും. ആ സമയത്താണ് ഇനി നമ്മൾ വളങ്ങൾ കൊടുക്കുന്നത്, പൂക്കാനുള്ള വളങ്ങൾ കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ ചട്ടി മാറ്റിയപ്പോൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ വളങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. അതായത് വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, മണ്ഡല കമ്പോസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ റിപ്പോർട്ടിങ് ചെയ്തത്. അപ്പോൾ ഇനി ഇത് പൂക്കാനുള്ള വളമാണ് കൊടുക്കേണ്ടത്. അത് ഇപ്പോഴല്ല, ഇതിൽ ഇലകളൊക്കെ വന്നതിന് ശേഷമാണ് പൂക്കാനുള്ള വളങ്ങളൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ അത് ഇലകളൊക്കെ വന്നതിന് ശേഷം ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ അത് കാണിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊള്ളുന്നു. ഇനിയും അഡീനിയത്തിൻ്റെ വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.